بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فاستقيموا إليه واستغفروه وويل للمشركين الذين لا يؤتون الزكاة وهم بالآخرة هم كافرون. إن الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. قل أئنكم لتكفرون بالذي خلق الأرض في يومين وتجعلون له أندادا ذلك رب العالمين. وجعل فيها رواسي من فوقها وبارك فيها وقدر فيها أقواتها في 4 أيام سواء للسائلين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 41-ാം അധ്യായമായ സൂറത്തു ഫുസ്സിലത്താണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 5 ആയത്തുകളും 13 വരെയുള്ള ആയത്തുകൾ ഇറങ്ങാനുണ്ടായ സാഹചര്യവുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലയുമായി കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദഅവത്ത് സ്വീകരിക്കാൻ ശത്രുക്കൾ തയ്യാറായില്ല. നാം ഒരു നിലക്കും യോജിച്ചു പോവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രഖ്യാപിക്കുവാൻ ആ ആളുകളോട് പറയാൻ പറഞ്ഞ വാചകമാണ് 6-ാമത്തെ ആയത്ത്. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فاستقيموا إليه واستغفروه وويل للمشركين. قل നബിയെ പറയുക, അവരുടെ ഹൃദയങ്ങൾ അത് സ്വീകരിക്കുകയില്ല, ഞങ്ങളുടെ ചെവികളിൽ ഒരു തരം കട്ടിയുണ്ട്, അതുകൊണ്ട് കേൾക്കുകയില്ല, ഞങ്ങളുടെയും നിന്റെയുമൊക്കെ ഇടയിൽ കൃത്യമായ പരസ്പരം യോജിക്കാത്ത വിധത്തിലുള്ള മറകളുണ്ട് എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. നീ ചെയ്യുന്നത് നീ ചെയ്യുക, ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യാം എന്നല്ല അവർ പറയുന്നത്. എങ്കിൽ നബിയെ അവരോട് പറയുക, ഇന്നമാ അന ബശറുൻ, തീർച്ചയായും ഞാൻ ബശറും ഒരു മനുഷ്യൻ മാത്രമാണ്, മിസ്ലുക്കും നിങ്ങളെപ്പോലെയുള്ള, ഞാനും നിങ്ങളുമൊക്കെ മനുഷ്യരാണ്. നിങ്ങൾ മനുഷ്യരാണ്, അതുപോലെ തന്നെ ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ഞാനും ഭക്ഷണം കഴിക്കുന്നു. നിങ്ങൾ ഉറങ്ങുന്നു, ഞാനും ഉറങ്ങുന്നു. നിങ്ങൾക്ക് ക്ഷീണമുണ്ട്, എനിക്കും ക്ഷീണമുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ മാനുഷികമായ അർത്ഥത്തിൽ ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹാ ഇലയ്യ, പിന്നെ എനിക്കുള്ള പ്രത്യേകത എന്താ? യൂഹാ, വഹ്യ് നൽകപ്പെടുന്നുണ്ട്, ദിവ്യ സന്ദേശങ്ങൾ നൽകപ്പെടുന്നു. ഇലയ്യ, എന്നിലേക്ക്, എനിക്ക് വഹ്യ് നൽകപ്പെടുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. നിങ്ങളും ഞാനും തമ്മിലുള്ള ഒരു വ്യത്യാസം. എനിക്ക് വഹ്യ് റഹ്മാനായ റബ്ബിന്റെ ഭാഗത്ത് നിന്ന്, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് കൃത്യമായ സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, അന്നമാ ഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹാണ്, ഇലാഹും വാഹിദുൻ, ഏകനായ ഒരൊറ്റ ഇലാഹ് മാത്രമാണ് എന്ന വഹ്യ്, എന്ന സന്ദേശം എനിക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ആരാധ്യൻ, വിവിധങ്ങളായ ആരാധ്യന്മാരില്ല, വിവിധങ്ങളായിരിക്കുന്ന ആരാധ്യന്മാരില്ല, ഓരോന്നിനും ഓരോ ഇലാഹുകൾ. എന്നിട്ട് അവരോട് സങ്കടം പറയുക, അവരുടെ തൃപ്തി നേടിയെടുക്കുക, അവർ അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുക. അങ്ങനെ ഒരു ആരാധ്യന്മാരില്ല, ഒറ്റ ഇലാഹ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ആരാധ്യൻ മാത്രമേ ഉള്ളൂ എന്ന സന്ദേശം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ ഫസ്തഖീമൂ,
ഫസ്തഖീമു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചൊവ്വായ നേരെ നിൽക്കുവീൻ എന്ന് പറഞ്ഞ നേരായ മാർഗത്തിലേക്ക് കടന്നു വരുവീൻ. അധർമ്മം ഒഴിവാക്കൂ, തെറ്റുകുറ്റങ്ങളൊക്കെ ഒഴിവാക്കി നേരായ മാർഗത്തിലേക്ക് കടന്നു വരുവീൻ. ഇലൈഹി, അള്ളാഹുവിങ്കലേക്ക് നേരായ മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ. ഫസ്തഗ്ഫിറു, അവനോട് പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുകയും ചെയ്യൂ. നിങ്ങൾ ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്, പലതിനെയും ആരാധിച്ചിട്ടുണ്ട്, പല വസ്തുക്കളെ പലതിൻ്റെയും രൂപങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിക്കുകയും അതിനോട് തേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഫസ്തഗ്ഫിറു, നിങ്ങൾ റഹ്മാനായ റബ്ബിനോട് മാത്രം പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുകയും ചെയ്യുവീൻ. വവൈലുൻ, നാശമാണ് ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കാണ് നാശം എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. അള്ളാഹുവിൽ പങ്കുചേർത്താൽ അവർക്ക് നാശമാണ്. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തിയ മുശ്രിക്കീങ്ങൾക്ക് വവൈലുൻ, അവർ ഏറ്റവും നാശമാണ് എന്ന് പറയണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നബിയെ പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യൻ മാത്രമാണ് എന്ന് എനിക്ക് വഹ്യ ഉത്ബോധനം, ദിവ്യ സന്ദേശം നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ അള്ളാഹുവിങ്കലേക്ക് ചൊവ്വായി നിലകൊള്ളണം, ആ അള്ളാഹുവിനോട് മാത്രം പാപമോചനം തേടുകയും ചെയ്യണം. ബഹുദൈവ വിശ്വാസികളാകുന്ന മുശ്രിക്കുകൾക്ക് നാശമുണ്ട് എന്ന് പറയാൻ പറഞ്ഞു. ഇനി ബഹുദൈവ വിശ്വാസികളാകുന്ന ആ മുശ്രിക്കുകളാകുന്ന ആളുകളുടെ ചില ലക്ഷണങ്ങളാണ് 7-ാമത്തെ ആയത്തിൽ പറയുന്നത്. അല്ലദീന ലാ യുഅ്തൂന അസ്സകാത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അല്ലദീന ലാ യുഅ്തൂന, കൊടുക്കാത്തവരായ മുശ്രിക്കുകൾ, കൊടുക്കാത്തവരായ മുശ്രിക്കുകൾ. എന്ത് കൊടുക്കാത്തവർ? അസ്സകാത്ത, സകാത്ത് കൊടുക്കാത്ത മുശ്രിക്കുകൾ. വഹും, അവർ, ബിൽ ആഖിറതി, പരലോകത്തിൽ, ഹും, അവർ, കാഫിറൂൻ, അവിശ്വസിച്ചവരാണ്. സകാത്ത് കൊടുക്കാത്തവരും പരലോകത്തെക്കുറിച്ച് അവിശ്വസിച്ചവരുമാണവർ. അങ്ങനെയുള്ള ആ മുശ്രിക്കുകൾക്ക് നാശമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ മുശ്രിക്കുകളുടെ 2 ലക്ഷണം, ഒന്ന് അല്ലദീന ലാ യുഅ്തൂന അസ്സകാത്ത, അവർ സകാത്ത് കൊടുക്കുകയില്ല എന്നതാണ്. ആ കാലഘട്ടത്തിലും സകാത്ത് ഉണ്ട് എന്നർത്ഥം. എന്ന് മാത്രമല്ല, സകാത്ത് ഏറെ ഗൗരവമാണ്. ഏതെങ്കിലും 27-ാം രാവിൽ, റമളാനിലെ 27-ാം രാവിൽ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന ആളുകളുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്ന നാണയത്തുട്ടുകളല്ല സകാത്ത്. അതിന് കൃത്യമായ ഗൗരവമുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൽ. നിസ്കാരത്തോടൊപ്പം വിശ്വാസത്തോടൊപ്പം പല സ്ഥലങ്ങളിൽ അല്ലാഹു തആല ചേർത്ത് വെച്ചതാണ് സകാത്ത്. ആ സകാത്ത് കൃത്യമായി കൊടുക്കണം, അതതിൻ്റെ കണക്ക് നോക്കി കൊടുക്കണം. കാരണം സകാത്തിന്റെ ഒരു വിഹിതം നമ്മുടെ സമ്പത്തിൽ ചേർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് മുഴുവനും നശിച്ചു പോകും. നാളെ പരലോകത്ത് ഭയാനകരമായ ശിക്ഷയാണ് ആ സകാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. സകാത്ത് കൃത്യമായി കൊടുക്കണമെന്നും സകാത്ത് കൊടുക്കാത്ത ആളുകൾ അത് മുശ്രിക്കുകളുടെ അടയാളമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നാൽ ഇവിടെ ലാ യുഅ്തൂന സകാത്ത, മുശ്രിക്കുകൾ സകാത്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ ആ സകാത്ത് അത് നമ്മുടെ നാട്ടിൽ നമ്മളിപ്പം കൊടുക്കുന്ന ഈ രീതിയിലുള്ള സകാത്തായിരിക്കില്ല. അതിന്റെ രൂപവും ഭാവവും ഒക്കെ വ്യത്യാസമുണ്ടായിരിക്കാം. എന്നാലും ആ കാലഘട്ടത്തിലും സകാത്ത് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒന്ന്, ലാ യുഅ്തൂന സകാത്ത, ആ മുശ്രിക്കുകൾ സകാത്ത് കൊടുക്കാത്തവരാണ്. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ പരലോകം കൊണ്ട് അവിശ്വസിച്ചവരാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും നാളെ പരലോകത്തെ രക്ഷാശിക്ഷകളുണ്ടെന്ന് ആ കൃത്യമായ പരലോകത്തിൽ അവിശ്വസിച്ച ആ ആളുകൾക്ക് നാശമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു. പിന്നീട് അല്ലാഹു പറയുന്നത്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ലഹും അജ്റുൻ ഗൈറു മംനൂൻ. അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിച്ച, വസ്തുക്കളെ ആരാധിച്ച മുശ്രിക്കുകൾക്ക് നാശമുണ്ട്. സകാത്ത് കൊടുക്കാത്ത, പരലോകം കൊണ്ട് അവിശ്വസിച്ചിട്ടുള്ള മുശ്രിക്കുകൾക്ക് നാശമുണ്ട് എന്ന് പറഞ്ഞതിന്റെ ശേഷം, ആ താക്കീത് നൽകിയതിന് ശേഷം വിശ്വാസികൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് അല്ലാഹു 8-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇന്നല്ലദീന ആമനു, വിശ്വസിച്ച കൂട്ടർ, തീർച്ചയായും വിശ്വസിച്ചവർ, അല്ലാഹുവിനെ കൊണ്ട് പരലോകം കൊണ്ട് വിശ്വസിക്കേണ്ടതുപോലെ കൃത്യമായി വിശ്വസിച്ചവർ. അല്ലാതെ ഒരു വിശ്വാസി എന്ന പേര് കൊണ്ട് മാത്രമല്ല, തറവാട് കൊണ്ടോ സംഘടന കൊണ്ടോ വിശ്വാസികളാവുകയല്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന ആ അർത്ഥത്തിൽ റഹ്മാനായ റബ്ബിൽ കൃത്യമായി വിശ്വസിച്ചിട്ടുള്ള ആളുകളും വഅമിലുസ് സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ. സ്വാലിഹായ കർമ്മം എന്നത്
സ്വാലിഹായ കർമ്മം ഏതാണ്? സ്വാലിഹായ കർമ്മം അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്ന സ്വാലിഹായ കർമ്മങ്ങൾ. റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം പുതിയ ആളുകൾ രൂപത്തിലും ഭാവത്തിലും ഉണ്ടാക്കിയതൊന്നും എന്താവില്ല? സ്വാലിഹുൽ അമാലുകൾ, സൽപ്രവർത്തനമാവില്ല. ഒരു കാര്യം സൽപ്രവർത്തനമാകണമെങ്കിൽ അത് അള്ളാഹു പഠിപ്പിച്ചു തന്നതാകണം, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നതാകണം. അങ്ങനത്തെ സ്വാലിഹുൽ അമാലുകളും ചെയ്ത ആളുകൾ ലഹും അവർക്കുണ്ട് അജ്റുൻ കൂലിയുണ്ട്, അവർക്ക് പ്രതിഫലമുണ്ട്. വൈറു മംനൂൻ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, ഒരിക്കലും നശിച്ചു പോകാത്ത, കാലാകാലം ലഭ്യമാകുന്ന പ്രതിഫലം അവർക്കുണ്ട് എന്ന സന്തോഷ വാർത്തയും അല്ലാഹു തആല നൽകി. അപ്പോൾ 7ാമത്തെ ആയത്തിൽ മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് നാശമുണ്ടെന്ന് പറഞ്ഞു. 8ാമത്തെ ആയത്തിൽ വിശ്വസിക്കുകയും സൽപ്രവർത്തനം നിർവഹിക്കുകയും ചെയ്ത ആളുകൾക്ക് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലം ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. 9ാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ലാ ഇലാഹ ഇല്ലല്ലയുടെ വാക്യാക്കളാകണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള പ്രവാചകന്മാർ മുഴുവനും ഏറ്റവും പ്രധാനമായി സമൂഹത്തോട് പറഞ്ഞത്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻകഴിഞ്ഞു പോയ സമൂഹവും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ഉത്തമമായ വാക്ക്, ഏറ്റവും സമയം ചെലവഴിച്ചത്, ഏറ്റവും കൂടുതൽ ജനങ്ങളെ ക്ഷണിച്ചത് ആ തൗഹീദിലേക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലയിലേക്കാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ല ഇല്ലാതെയായാൽ, തൗഹീദ് നഷ്ടപ്പെട്ടു പോയാൽ വേറെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടാവുകയില്ല. ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് തൗഹീദാണ്. ആ തൗഹീദിന്റെ മുകളിലാകണം ബാക്കിയുള്ളതെല്ലാം പടുത്തുയർത്തേണ്ടത്. തൗഹീദ് നഷ്ടപ്പെട്ടു പോയാൽ ബാക്കി അവൻ നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ നോമ്പ് നോറ്റ് സക്കാത്ത് കൊടുത്ത് നല്ലവരായി നടന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാരെല്ലാം ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന് ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം കൊടുത്തത്. നമ്മളും അങ്ങനെ തന്നെയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലയിലേക്കാകണം ജനങ്ങളെ ഏറ്റവും പ്രധാനമായി ക്ഷണിക്കേണ്ടത്. എന്നാൽ അടുത്ത 9ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ആ റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്നത്? ആ അള്ളാഹുവിന്റെ മാത്രം ചില വിശേഷണങ്ങളാണ് 9, 10 ആയത്തുകളിലൊക്കെ അല്ലാഹു തആല വിശദീകരിക്കുന്നത്. 9ാമത്തെ ആയത്തിൽ ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ വതജഅലൂന ലഹു അൻദാദാ ദാലിക റബ്ബുൽ ആലമീൻ. ഖുൽ നബിയെ പറയുക, അഇന്നകും നിശ്ചയമായും തീർച്ചയായും നിങ്ങളാണോ, ലതക്ഫുറൂന അവിശ്വസിക്കുന്നവർ തന്നെയാണോ, നിങ്ങൾ അവിശ്വസിക്കുകയാണോ, ബില്ലദീ ഒരുവനിലാണോ നിങ്ങൾ അവിശ്വസിക്കുന്നത്? ആ സമൂഹത്തോട് പറയാണ് അല്ലാഹുവിന്റെ റസൂലിനോട്, ഒരുവനിലാണോ നിങ്ങൾ അവിശ്വസിക്കുന്നത്? എങ്ങനെയുള്ളവനിലാണ് നിങ്ങൾ അവിശ്വസിക്കുന്നതെന്നറിയോ? ഖലഖൽ അർള, ഖലഖ സൃഷ്ടിച്ചു, അൽ അർള ഭൂമിയെ സൃഷ്ടിച്ച, ഫീ യൗമൈനി 2 ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ച ആ ഒരുവനിലാണോ നിങ്ങൾ അവിശ്വസിക്കുന്നത്? വതജഅലൂന ലഹു അവന് നിങ്ങൾ ആക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുകയാണോ അൻദാദൻ പങ്കുകാരെ, സമന്മാരെ? 2 ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ച ആ അള്ളാഹുവിൽ അവിശ്വസിച്ചുകൊണ്ട് ആ അള്ളാഹുവിന് മറ്റു ചില പങ്കുകാരെ, സമന്മാരെ ഉണ്ടാക്കുകയാണോ നിങ്ങൾ എന്നവരോട് ചോദിച്ചു നോക്കുക നബിയേ. ذَلِكَ റബ്ബുൽ ആലമീൻ, ذَلِكَ അവൻ റബ്ബുൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവാണ് അവൻ. 2 ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചുണ്ടാക്കിയവനിൽ അവിശ്വസിക്കുകയും അവന് സമന്മാരെ ആക്കുകയും ചെയ്യുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അവനാണ് ലോകരുടെ രക്ഷിതാവ് എന്ന് അവരോട് പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിന്റെ റസൂലിനോട് അവരെ ഓർമ്മപ്പെടുത്താൻ, ആ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ദിവസങ്ങളിലായിട്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു. وَجَعَلَ فِيهَا رَوَاسِيَ مِنْ فَوْقِهَا وَبَارَكَ فِيهَا وَقَدَّرَ فِيهَا أَقْوَاتَهَا فِي 4 أَيَّامٍ سَوَاءً لِلسَّائِلِينَ. وَجَعَلَ فِيهَا അതിൽ അവൻ ആക്കുകയും ചെയ്തു. 9ാമത്തെ ആയത്തിൽ 2 ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചുണ്ടാക്കി എന്ന് അല്ലാഹു പറഞ്ഞു. ഇവിടെ 10ാമത്തെ ആയത്തിൽ വജഅല ഫീഹാ
അതിൽ അവൻ ആക്കുകയും ചെയ്തു റവാസിയ ഉറച്ചു നിൽക്കുന്നതായ പർവ്വതങ്ങളെ, ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതായ പർവ്വതങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്തു. മിൻ ഫൗഖിഹ അതിന്റെ മുകളിൽ കൂടി, ആ ഭൂമിയുടെ മുകളിൽ കൂടി. വബാറക ഫീഹ അതിൽ അവൻ ബർക്കത്ത് ഉണ്ടാക്കുകയും ചെയ്തു. ബാറക അവൻ ബർക്കത്ത് ചെയ്തു, അഭിവൃദ്ധി ചെയ്തു. ഫീഹ അതിൽ. വഖദ്ദറ ഫീഹ അതിൽ അവൻ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു, നിർണയിക്കുകയും ചെയ്തു. അഖ്വാതഹ അതിലെ അന്നങ്ങളെ, അതിലെ ആഹാരങ്ങളെ അവൻ വ്യവസ്ഥപ്പെടുത്തുകയും നിർണയിക്കുകയും ചെയ്തു. ഫി അർബഅതി അയ്യാം 4 ദിവസങ്ങളിലായി. ഭൂമിയെ 2 ദിവസങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഇവിടെ ഇതെല്ലാം എത്ര ദിവസങ്ങളിൽ? ഫി അർബഅതി അയ്യാം 4 ദിവസങ്ങളിലായി ഇതെല്ലാം ചെയ്തു. സവാ ശരിയായി, അനുയോജ്യമായി, ലിസ്സായിലീൻ അന്വേഷിക്കുന്നവർക്ക്, ആവശ്യപ്പെടുന്നവർക്ക്, ചോദിക്കുന്നവർക്ക്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. وجعل فيها رواسي من فوقها وبارك فيها وقدر فيها أقواتها في 4 أيام سواء للسائلين. ഭൂമിയുടെ മുകളിൽ കൂടി ഇളകാതെ ഉറച്ചു നിൽക്കുന്ന മലകളെ അല്ലാഹു ഉണ്ടാക്കിയിരിക്കുന്നു. ഉണ്ടാക്കിയതാരാണ്? അത് അല്ലാഹുവാണ്. അതിൽ മറ്റൊരാൾക്കും ഒരു പങ്കുമില്ല. അതിൽ നന്മകൾ വർദ്ധിപ്പിച്ച് അഭിവൃദ്ധി ഉണ്ടാക്കിയതും ആരാണ്? അല്ലാഹുവാണ്. അതിലെ ആഹാര വസ്തുക്കൾ അതിൽ വ്യവസ്ഥ ചെയ്ത് നിർണയിക്കുകയും ചെയ്തത് ആരാണ്? അല്ലാഹുവാണ്. എത്ര ദിവസം കൂടി? എല്ലാം കൂടി 4 ദിവസം. 4 ദിവസങ്ങളിൽ ഇതെല്ലാം ചെയ്തത് ഈ മലകളെ, ആ ഭൂമിയുടെ മുകളിൽ ഉറച്ചു നിൽക്കുന്ന മലകളെ ഉണ്ടാക്കിയതും അതിൽ എല്ലാവിധ അഭിവൃദ്ധികളെയും സംവിധാനിച്ചതും അതിൽ ആഹാര വസ്തുക്കളെ നിർണയിച്ചതുമെല്ലാം 4 ദിവസങ്ങളിലാണ്. ആര്? റഹ്മാനായ റബ്ബാണ് അതെല്ലാം ചെയ്തത്. അതേ ചോദിക്കുന്ന, അന്വേഷിക്കുന്നവർക്ക് ശരിക്കും ബോധ്യപ്പെടുന്ന 4 ദിവസങ്ങളിലായി. ഇവിടുത്തെ 4 ദിവസം നമ്മളിതിന് മുമ്പുള്ള പല ആയത്തുകളിലും സൂറത്തുകളിലും പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ഈ മണിക്കൂറുകളുമായി, നമ്മുടെ ദിവസങ്ങളുമായി അതിന് യോജിപ്പുണ്ടാകണം എന്നില്ല. ഏതൊരു തരത്തിലുള്ള 4 ദിവസമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്, ആ രീതിയിലുള്ള 4 ദിവസങ്ങളിലായി, 2 ദിവസങ്ങളിലായി അല്ലാഹു തആല ഭൂമിയെ സൃഷ്ടിക്കുകയും മറ്റു സംവിധാനങ്ങളൊക്കെ 4 ദിവസങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിവിടെ പറയുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് 6 ദിവസങ്ങളിലായിട്ടാണെന്ന് ഖുർആൻ പല ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ സൂറത്തുകളിൽ നമ്മൾ പറഞ്ഞു. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് 6 ദിവസങ്ങളിലാണ്. ഇവിടെ അല്ലാഹു തആല 2 ദിവസങ്ങളിലായി ഭൂമിയെയും മറ്റു 4 ദിവസങ്ങളിലായി മറ്റു ഇതിനെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. മൊത്തം 6 ദിവസം. മറ്റു ചില ആയത്തുകളിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് 6 ദിവസങ്ങളിലായിട്ടാണെന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു വിശദീകരണം ഇവിടെ നൽകി എന്ന് മാത്രമേ ഉള്ളൂ. ആ പറഞ്ഞതും ഈ പറഞ്ഞതും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്നുകൂടെ നാം മനസ്സിലാക്കണം. ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും. അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് 6 ദിവസങ്ങളിലാണെന്ന് അവിടെ പഠിച്ചല്ലോ, ഇവിടെ എന്താണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ ഇവിടെ ഒന്ന് വിശദീകരിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. എല്ലാറ്റിലും നമുക്ക് പാഠങ്ങളുണ്ട്. ആകാശങ്ങളെ കുറിച്ച്, ഭൂമികളെ കുറിച്ച്, നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് എല്ലാറ്റിലും നമുക്ക് പാഠങ്ങളുണ്ട്. ഈ ആയത്തുകളൊക്കെ അല്ലാഹു തആല നൽകിയിട്ടുള്ളത് വഇലൈഹി തുർജഊൻ, റഹ്മാനായ റബ്ബിലേക്ക് നാം തിരിച്ചു പോകാനുള്ളവരാണ് എന്ന ബോധ്യമുണ്ടാകുവാനും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനും ഒക്കെയാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുക. പഠിക്കുക, പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.